നമസ്കാരം. ന്യൂസ് കേരള ടുഡേ ബിഗ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനാപതി ദിനേശ് കെ പട്നായിക്ക് ചുമതലയേക്കും. കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനാപതി ദിനേശ് കെ പട്നയാണ് ചുമതലയെ ഏറ്റെടുക്കുന്നത്. ഇന്ത്യ കാനഡ ബന്ധം വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി കാനഡയിൽ ഇന്ത്യൻ സ്ഥാനാപതികൾ നിലവിൽ സ്പെയിനിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിക്കുകയാണ് ദിനേശ് പട്നായിക്. യുക്രൈനിൽ റഷ്യയുടെ കനത്ത വ്യോമാക്രമണം, 3 കുട്ടികൾ ഉൾപ്പെടെ 14 മരണം. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. യുക്രൈനിൽ റഷ്യ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്ന് റിപ്പോർട്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തിയത്. റഷ്യ ഏതാണ്ട് 598 ഡ്രോണുകളും 31 മിസൈലുകളും യുക്രൈന്റെ വിവിധ മേഖലകളിലേക്ക് തൊടുത്തുവെന്നാണ് യുക്രൈൻ എയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കൂട്ടണം. ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഇന്ത്യ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. GST-യിലടക്കം വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് സ്ഥിരതയും ദീർഘവീക്ഷണവുമുണ്ട്. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ കുറിച്ച് തുറന്നെഴുതാൻ മമതാ ബാനർജി. പുസ്തകം അടുത്ത വർഷം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്കെതിരെ കുറിച്ച് പുസ്തകം എഴുതുന്നു. രാജ്യത്തെ വിവിധ പ്രധാനമന്ത്രിമാരുമായുള്ള മമതയുടെ വ്യക്തിപരമായ ഓർമ്മകളാകും പുസ്തകം. അടുത്ത വർഷം നടക്കുന്ന കൊൽക്കത്ത പുസ്തകമേളയിൽ പുസ്തകം പ്രകാശനം ചെയ്യും. പല പ്രധാനമന്ത്രിമാരുമായും താൻ വളരെ അടുത്തുനിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇത് അവരെ കുറിച്ച് എഴുതാനുള്ള സമയമാണെന്നും മമത പറഞ്ഞു. കൊളീജിയയിൽ വിശ്വസ്തത നഷ്ടപ്പെടും. ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജനക്കുറിപ്പിൽ രൂക്ഷ വാക്കുകൾ. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ബിബിൾ M പഞ്ചോളിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ശുപാർശയെ എതിർത്തുള്ള വിയോജനക്കുറിപ്പിൽ ജസ്റ്റിസ് BV നാഗരത്ന ഉയർത്തിയത് രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. സീനിയോറിറ്റി മറികടന്നുള്ള ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയുടെ നിയമനം കൊളീജിയത്തിന്റെ ശേഷിക്കുന്ന വിശ്വാസ്യതയെ കൂടി നഷ്ടപ്പെടുത്തുമെന്ന് വിയോജനക്കുറിപ്പിൽ നാഗരത്ന ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം. സ്ത്രീധന പീഡനം. ബംഗളൂരുവിൽ ഗർഭിണിയായ യുവതി മരിച്ച നിലയിൽ. പാനിപൂരി വിൽപ്പനക്കാരനായ ഭർത്താവ് അറസ്റ്റിൽ. ബംഗളൂരുവിൽ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ. മുൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശില്പ പഞ്ചാഗ്മർഗാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖം നന്നല്ലാത്തതിന് കണ്ണാടിയെ തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ലെന്ന് റിപ്പോർട്ടറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. റിപ്പോർട്ടർ TVക്ക് എതിരായ യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വാർത്തകളോട് വിയോജിക്കാം, പക്ഷെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ആക്രമണം നടത്തുന്നത് തെറ്റാണെന്ന് ബിനോയ് ചൂണ്ടിക്കാട്ടി. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ്. പാലക്കാട് എത്തിക്കാൻ ഷാഫിയുടെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് നീക്കം. യുവതികൾ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പാർട്ടിക്ക് അകത്തു നിന്നും ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണ. രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാൻ കോൺഗ്രസിന്റെ നീക്കം. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. GST പരിഷ്കരണം വൻകിട കമ്പനികൾക്ക് ഗുണകരമാകുമെന്ന് സാധാരണക്കാർക്കും ലഭിക്കണമെന്നും മന്ത്രി KN ബാലഗോപാൽ. സ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ തകർക്കുന്ന GST പുനഃപരിഷ്കരണത്തിനെതിരെ BJP ഇതര സംസ്ഥാന സർക്കാരുകൾ രംഗത്ത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗം ദില്ലിയിൽ ചേരുന്നു. കേരളത്തിന്റെ ആശങ്കകൾ അറിയിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ ദില്ലിയിലെത്തി. 59% സ്ത്രീകളും പെട്രോളിംഗിൽ സുരക്ഷിതർ. സംസ്ഥാനത്തിന്റെ അഭിമാനമുയർത്തി കേന്ദ്ര റിപ്പോർട്ട്. സംസ്ഥാനത്തെ 59% സ്ത്രീകൾ കേരള പോലീസിന്റെ പെട്രോളിംഗിൽ സുരക്ഷിതരെന്ന് റിപ്പോർട്ട്.
വെറും 3% സ്ത്രീകൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇരയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പി വാല്യൂ അനലിറ്റിക്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ത്രീ സുരക്ഷാ റിപ്പോർട്ടിംഗിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഈ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ എക്തറാണ് പുറത്തിറക്കിയത്. രാജ്യത്ത് തിരുവനന്തപുരം ഉൾപ്പെടെ 31 നഗരങ്ങളിലെ 12,770 സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.